ഹായ് ഫ്രണ്ട്സ്, ഡെയ്മോസ് വ്ലോഗ് യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ എന്തെങ്കിലും വിശേഷം, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനൊന്ന് എൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പകുതി ഞാൻ ചായയുടെ കാര്യങ്ങളൊക്കെ അതായത് പകുതി ഞാൻ ഇന്ന് പത്തിരിയാണ് കേട്ടോ. അപ്പോൾ പകുതി ഉണ്ടാക്കി ഇനി കുറച്ചുകൂടിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ പകുതി ഉണ്ടാക്കി അവരെയൊക്കെ പറഞ്ഞിട്ട് ഞായറാഴ്ചയായിട്ടൊന്ന് പോകണം കേട്ടോ. അപ്പോൾ പകുതി പത്തിരിയൊക്കെ ഉണ്ടാക്കി പിന്നെ ബാക്കിയും കൂടി ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ പരത്തി കൂട്ടാൻ വെച്ചേക്കണത് ഉണ്ട്. മറ്റിന് ഇഷ്ടംപോലെ ജോലികളൊക്കെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. കണ്ടോ കണ്ടോ ഒരുപാട് നാളുകളായിട്ട് പത്തിരി ഉണ്ടാക്കി, കുറച്ചധികമായി പത്തിരി ഉണ്ടാക്കിയിട്ട്. അതെ, പ്രസ്സിന് വലിയ ഗുണമില്ല കേട്ടോ. പ്രസ്സൊന്നും പരക്കാത്ത പ്രസ്സാണ്. മേടിച്ചപ്പോൾ ഇത്തിരി കളിപ്പീര് പറ്റിയതാണ് പ്രസ്. കണ്ടാ അപ്പൊ അതേ വട്ടം വെക്കുന്നില്ല കേട്ടാ, വട്ടം വെക്കുന്നില്ല. ചെറുതായിട്ട് നല്ലോണം പരക്കുന്നില്ല, പക്ഷെ റൗണ്ട് നല്ലോണം ഉണ്ട്, പക്ഷെ നല്ലോണം പരക്കുന്നില്ല. അതാണ് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പേ നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ കനം കൂടാൻ പാടില്ല. നൈസ് പത്തിരിയാണ്. പത്തിരി എന്ന് പറയുമ്പോൾ തന്നെ നല്ല നൈസായിരിക്കണം പത്തിരി. അപ്പം എൻ്റെ ചെറുപ്പത്തിലേക്ക് എൻ്റെ ഉമ്മയൊക്കെ പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്കും പത്തിരി പ്രസ്സിൽ മുമ്പ് അവരുടെയൊക്കെ കാലത്തൊക്കെ പരത്തുകയാണ് ചെയ്യണത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രസ്സൊക്കെ വന്നത്. പിന്നെ പ്രസ്സിലൊക്കെ പരത്തുമ്പോഴത്തേക്കും അവർ പ്രസ്സിൽ പരത്തി കഴിഞ്ഞിട്ട് അവർ രണ്ടാമത് ഒന്നുകൂടി പത്തിരി നന്നായിട്ട് പരത്തി. അങ്ങനെയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ എല്ലാവർക്കും വട്ടമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ മെഷീൻ പത്തിരിക്കാവുമ്പോൾ നല്ലോണം വട്ടമൊക്കെ ഉണ്ടാവും. ഞാൻ ആദ്യം പത്തിരി ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ല കേട്ടോ. കുറച്ച് പെട്ടെന്ന് അത് ഒരു രസമുണ്ട് കേട്ടോ. ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഉണ്ടാക്കി. ഞാൻ പുട്ടിന് ഇത് വാട്ടാൻ വേണ്ടിയിട്ട് പൊടി എടുത്തതായിരുന്നു. പക്ഷേ പൊടിയിൽ വെള്ളം കൂടിപ്പോയി. വെള്ളം കൂടിപ്പോയപ്പോഴത്തേക്കും അത് പത്തിരിയായിട്ട് അങ്ങനെ എടുത്ത്. അപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ. മോൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമല്ല പുട്ട്. അപ്പോൾ അങ്ങനെ പത്തിരി ഉണ്ടാക്കി. അപ്പോൾ പക്ഷെ അത് കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഞങ്ങൾക്ക് തികയില്ലായിരുന്നു. കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വട്ടം നല്ലോണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഇതിലും വലിയ ഉണ്ടായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ചില സമയത്ത്. അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ തേച്ച് 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 കൊടുക്കണം. പക്ഷെ എണ്ണ തേക്കുമ്പോൾ ഒരു ഇത് പ്രശ്നമുണ്ട്. എണ്ണ അധികം ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പത്തിരി പുകയും ചട്ടിയിൽ. ഞാൻ പത്തിരി മിക്കവാറൊക്കെ പത്തിരി ഉണ്ടാക്കും കേട്ടോ. പത്തിരി ഉണ്ടാക്കുക ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ഉണ്ടാക്കാറില്ല. എല്ലാവർക്കും പത്തിരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മടിയാണല്ലോ. ഡിസംബർ ആയല്ലേ, ഇനിയിപ്പോൾ പുതുവർഷമൊക്കെ വരാറായ, ജനുവരിയൊക്കെ വരാറായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത്ര തണുപ്പൊന്നുമില്ല കേട്ടായി. തണുപ്പില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ മുമ്പത്തെ അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞ് നല്ല തണുപ്പുണ്ടെന്ന്. പക്ഷെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഇവിടെ ഞങ്ങളൊക്കെ നല്ല തണുപ്പ് വരും. നല്ല മഞ്ഞായിരിക്കും കേട്ടോ. ആ മഞ്ഞിലൊക്കെ ഞങ്ങൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി കാണിട്ടുണ്ട് കേട്ടോ. ആ മഞ്ഞിലൊക്കെ ഞങ്ങൾ ചെയ്യണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കരിയില കൂട്ടിയിടും. അന്ന് അങ്ങനെയാണ് കേട്ടോ. കരിയില കൂട്ടിയിട്ടിട്ട് തലേ ദിവസം അടിച്ച് കരിയിലയൊക്കെ കൂട്ടിയിടും. കരിയിലയൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് മഞ്ഞാകുമ്പോഴത്തേക്കും രാവിലെ ആകുമ്പോഴത്തേക്കും കത്തും. പക്ഷെ മഞ്ഞിൽ ഭയങ്കര പാടാണ്. പിന്നെ താഴത്തേക്ക് അടിയിലേക്ക് അധികം മഞ്ഞ് വീണിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ കായും എൻ്റെ ഉപ്പയൊക്കെ അങ്ങനെയാണ്. തീയിട്ടേക്കും. തീയിട്ട് അങ്ങനെ ആകുമ്പോഴത്തേക്കും അയലൊക്കെ തിന്നൊക്കെ ഉള്ളവർ എല്ലാവരും വന്ന് തീ കായിട്ടാ. തീ കായ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ പുറം തിരിഞ്ഞ് നിൽക്കും, പിന്നെ ഫ്രണ്ടിലേക്ക് നിൽക്കും. അങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ തീ കായും. പക്ഷെ അവിടെ നിന്ന് കരിയിലയുടെ ഫ്രണ്ടിൽ നിന്ന്
എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ വീണ്ടും തണുപ്പ്. പക്ഷെ ആ തണുപ്പൊന്നും ഇപ്പം ഇല്ല കേട്ടോ. ആ തണുപ്പൊന്നും ഇപ്പം ഇല്ല, കുറവാണിപ്പം. എന്നൊക്കെ എന്ത് തണുപ്പാ, വെള്ളം തന്നെ നല്ല ഐസ് പോലെ ഇരിക്കും. അപ്പം അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാ. പത്തിരി ചുട്ടെടുക്കാൻ പോവുകയാണേ. ഇത് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് ഒരെണ്ണത്തിൽ നമ്മുടെ ഈ മറ്റേ നീളമുള്ള ഇതുണ്ടല്ലോ, നമ്മൾ അടുപ്പത്തൊക്കെ വെക്കുമല്ലോ, അങ്ങോട്ട് പോയി നമ്മളെ എന്തെങ്കിലും ഒച്ച വെക്കുമ്പോൾ ഇങ്ങോട്ട് അതിൽ വന്നാന്ന് നോക്കി എപ്പോഴും പോയി നോക്കും. എന്നിട്ട് നമ്മുടെ ആ ചട്ടിയിലാകുമ്പോൾ കുഷം പോലെ ഇടാം. 6 നോക്ക് ഒരുമിച്ചിടാൻ പറ്റും. പക്ഷെ അത് ഗ്യാസിൽ ഇന്നിപ്പോൾ ഞാൻ ഇതിൻ്റെ അത് വെച്ചേക്കാണ്. ഈ പത്തിരി എന്ന് പറയുന്നത്, ഈ പത്തിരിക്ക് നമ്മൾ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പത്തിരിക്ക് എപ്പോഴും അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ ഷോർട്ട് വീഡിയോ ഉണ്ട് ചെയ്യണത്. അപ്പോൾ ഷോർട്ട് വീഡിയോ കോമഡി ഷോർട്ടാണ് ചെയ്യണത്. എല്ലാവരും ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം പത്തിരി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പത്തിരി ശരിക്കുള്ള പത്തിരി ഉണ്ടാക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം മുമ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വറുത്തെടുക്കണ പൊടിയായിരുന്നു. എൻ്റെ ഉമ്മയൊക്കെ ഉള്ള സമയത്തെന്നൊക്കെ പറഞ്ഞാൽ വറുത്തെടുക്കണ, പുറത്തുനിന്നൊന്നും പൊടിയൊന്നും വാങ്ങിക്കില്ലായിരുന്നു. അപ്പോൾ ആ പൊടി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്ത് അതിൽ ആ വറുത്തതിൻ്റെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അത് നല്ലൊരു മണമായിരിക്കും കേട്ടോ. നല്ലവണ്ണം പൊടി വെന്തെന്നുള്ളൊരു മണം. ആ പൊടിയും കൊണ്ട് വേണം നമ്മൾ പത്തിരി ഉണ്ടാക്കാനായിട്ട്. പത്തിരി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാര ഒരു കാര്യമില്ല. പത്തിരി ഉണ്ടാക്കാനായിട്ട് പൊടി നല്ലവണ്ണം അത് നല്ല വറുത്ത പൊടിയായിരിക്കണം. പിന്നെ വെള്ളം നല്ലോണം തിളച്ചിട്ട് അപ്പം തന്നെ ഇട്ട് നല്ലോണം അതിനകത്ത് വാട്ടി ആ നല്ല പൊള്ളണ ചൂടോടെ അതിനെ നമ്മൾ കുഴക്കണം. കുഴച്ചാലാണ് പത്തിരിയൊക്കെ ശരിയാവുള്ളൂ. അല്ലാതെ ഇപ്പോഴുണ്ടാക്കണ പത്തിരിയൊന്നും അത് തന്നെയല്ല. മിഷ്യൻ പത്തിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൂട്ട് പൊടിയുണ്ട്. അപ്പം നൈസായിട്ട് നല്ലോണം പരക്കും. പക്ഷെ ആ മിഷ്യൻ പത്തിരിക്കൊന്നും വലിയ രുചിയൊന്നുമില്ല. ചിലതിന് വലിയ രുചി ഉണ്ടാകാറില്ല. പക്ഷെ നമ്മളുണ്ടാക്കണ നല്ല വറുത്ത പൊടിയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നല്ല രുചിയിൽ നമുക്ക് പത്തിരി ഉണ്ടാക്കണം. പിന്നെ ഇതേപോലെ തന്നെ പരക്കാതിരിക്കരുത്, നല്ലോണം പരക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പത്തിരി ഉണ്ടാക്കണം. അല്ലാതെ വെറുതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. വെറുതെ പൊടിയൊന്നും വാടാതെ നല്ലോണം വേഗാതെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പത്തിരി വിണ്ടുപോകും. ഇപ്പോഴത്തെ പൊടിയിൽ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാ, ഇതിപ്പോൾ നല്ല കാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കത്ത് പിടിച്ചിട്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കണ്ട ഇത്രയും വട്ടമുള്ളൂ. പക്ഷെ നമ്മുടെ കാരണന്മാരൊക്കെ ഉണ്ടാക്കുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നൈസ് പത്തിരിയായിരിക്കും. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ മൂത്തേക്കറി. അങ്ങനത്തെ കാലമാണ് ഇപ്പോൾ. പൊടിയൊക്കെ നമ്മൾ വാങ്ങിക്കുകയല്ലേ ചെയ്യണത്. ഇപ്പം ആരാ വറുക്കണത്? അപ്പോൾ പറഞ്ഞു തന്നത് മഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മഞ്ഞത്തൊക്കെ നമ്മൾ എന്താണല്ലേ എന്നൊക്കെ നല്ല ഇതാണ്. അപ്പം ഞങ്ങൾ ഈ മഞ്ഞൊക്കെ വരുന്ന സമയത്തെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും മഞ്ഞിൽ ഒരു പുല്ലിൽ ഒരു സംഭവം ഉണ്ടാവും കേട്ടോ. മഞ്ഞിൻ്റെ പുല്ലിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഈ അന്നിങ്ങനെ ബാത്റൂം വണ്ടിയിൽ പിള്ളേരൊക്കെ പോയി പറമ്പിലൊക്കെ പോയി മൂത്രം ഒഴിക്കണ കാര്യങ്ങളൊക്കെ. അപ്പം ഈ അതല്ലാതെ തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു നല്ല നല്ല കറുകപ്പുല്ല് പറഞ്ഞിട്ട് പുല്ലുണ്ട് കേട്ടോ. ആ പുല്ലിൽ ഒരു നല്ല മഞ്ഞാകുമ്പോഴാണ് തോന്നുന്നത് ഒരു നല്ല വെള്ളത്തുള്ളി പോലെ ഇരിക്കണ ഒരു സംഭവം ഉണ്ടാവും. നല്ലോണം പൊള്ളക്കണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ പൊടിയുടെ വറവൊന്നും പോരാ. ആ വെള്ളത്തുള്ളിയിൽ നല്ല വെള്ളത്തുള്ളി പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതിനെ ഞങ്ങൾ പറയണം, അതിങ്ങനെ ഐസ് പോലെ ഇരിക്കും, നല്ല തണുപ്പായിരിക്കും. അതിനെ ഞങ്ങൾ പറയണം ഉരുണ്ടിങ്ങനെ ഇരിക്കും. ഒരു മഞ്ഞുതുള്ളി അങ്ങനെ നമ്മളിങ്ങനെ വരച്ചെടുക്കണ മഞ്ഞുതുള്ളി ആയിക്കില്ലേ, അതേപോലെ ഇരിക്കും. ആ സാധനം ഞങ്ങൾ കണ്ണിലിറ്റിക്കും. അതിങ്ങനെ നല്ല വഴുവഴുപ്പുള്ളായിരിക്കും. ഓരോ തുള്ളി ഓരോ പുല്ലിലും പിടിച്ചിട്ടുണ്ടാവും. എന്തെന്നാണ് സംഭവം എന്നൊന്നും അറിയാൻ പാടില്ല. ഇപ്പോഴും നമുക്ക് അങ്ങനെ അറിയാൻ പാടില്ല.
അപ്പോൾ അത് ഞങ്ങളിങ്ങനെ കണ്ണിലെത്തിക്കും. നല്ല തണുപ്പാണ് കേട്ടോ അതിന്. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ചെറുപ്പത്തിലേക്ക് പോകും, സ്കൂളിലേക്ക് പോവേണ്ട. എന്നിട്ട് അത് കണ്ണിലെത്തിക്കുമ്പോൾ നല്ല തണുപ്പാണ്. ഐസ് പോലെ. അത് മഞ്ഞത്താണെന്ന് തോന്നുന്നുണ്ട് അതെന്താണ്. പിന്നെന്താ, ഇത് ചെറിയ ചട്ടിയാണ് കേട്ടോ. അപ്പം 3 എല്ലാം ഇടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ. പിന്നെന്താണ്, പിന്നെ പത്തിരിക്ക് ഇതാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ചൂലാത്തുണ്ടെന്ന് ഇതൊന്നുമില്ല കേട്ടോ. ഇറച്ചിയൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല. അപ്പം പത്തിരിക്ക് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉണ്ടാക്കി. എന്നിട്ട് ചെറുപ്പത്തിലിങ്ങനെ ഈ കണ്ണൈസ് ഇങ്ങനെ നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കും. എന്നിട്ട് ഇതിങ്ങനെ കംപ്ലീറ്റ് കണ്ണിലേക്ക് ഇങ്ങനെ പടരും. എന്തൊരു സുഖമെന്ന് അറിയാം. ഇപ്പോൾ നല്ല ഇതാണ്. ഇങ്ങനെ മഞ്ഞൻ്റെ കാര്യമൊക്കെ ഇപ്പം ഇങ്ങനെ വിചാരിക്കണുണ്ട് കേട്ടോ. ഇങ്ങനെ മഞ്ഞത്ത് ഇങ്ങനെ പോണതൊക്കെ പഠിക്കാനൊക്കെ ഇങ്ങനെ മഞ്ഞത്ത് പോകും. എന്തെല്ലാം കുരുത്തക്കേടുകളാണ് ചെയ്തേക്കണത്. മഴ വരുമ്പോഴൊക്കെ നല്ലോണം പൊളച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുഴക്കണം കേട്ടോ പത്തിരിക്ക് കുഴയിലും ഉണ്ട് പത്തിരിയുടെ കാര്യം. ഇപ്പം നല്ലോണം കുഴ എത്തിയില്ലെങ്കിലുണ്ടല്ലോ പത്തിരി വിണ്ടു പോകും. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വറുത്തെടുക്കണ പൊടിയാണ് കേട്ടോ. പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അംഗങ്ങളുള്ള വീട്ടിലൊക്കെ പത്തിരി ഉണ്ടാക്കണമെങ്കിലേ കുഴഞ്ഞു പോകും അല്ലേ. അത് പരത്താൻ ഒരാൾ വേണം, പൊടി തട്ടാൻ ഒരാൾ വേണം. ഇതൊക്കെ മെഷീൻ പത്തിരിയാണോ, നല്ല ഐസോലിരിക്കും. പക്ഷെ രുചി കുറവായിരിക്കും അതിൽ മൈദ ചേരും എന്നാണ് പറയണത് എല്ലാവരും. എല്ലാവരും ഷോർട്ട് വീഡിയോ കാണണം കേട്ടോ. എല്ലാവരും ഷോർട്ട് വീഡിയോ കാണണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ക്രിസ്മസ്, ന്യൂ ഇയർ, ക്രിസ്മസിനൊക്കെ ഇപ്പോൾ കോഴിയും താറാവൊക്കെ ഇപ്പോൾ പേടിച്ച് നിൽപ്പുണ്ടാവും. താറാവിനും സ്വരം ഉണ്ടാവില്ല, കോഴിക്കും സ്വരം ഉണ്ടാവില്ല അല്ലേ. മുൻപേ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർക്കണേണ്ട. മുൻപ് ഇങ്ങനെ കോഴിക്കൊക്കെ പൂവനൊക്കെ വരുമ്പോഴത്തേക്കും അറക്കാനായിട്ട് നമ്മൾ ഓരോ വീടുകളിൽ അതിന് പറ്റിയ ആൾക്കാരുണ്ടാവും അറക്കാനായിട്ടുള്ള. മുമ്പ് നമ്മൾ ഈ ചിക്കന് ഇങ്ങനെയൊക്കെ വരുന്നതിന് മുമ്പ് അപ്പം നാടൻ കോഴികളെയൊക്കെ നമ്മൾ അറക്കണമെങ്കിൽ നമ്മൾ ഇപ്പം മറ്റുള്ള ആൾക്കാർ ചിലവർ കൊല്ലും, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. നമ്മളൊക്കെ ഈ അറക്കുന്ന ഓരോ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഉസ്താദന്മാരും അങ്ങനെയുള്ള ഒരാൾക്കാരുടെ വീട്ടിലാണ് അറക്കുന്നത്. അപ്പോൾ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഉറക്കണുണ്ട. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇതുപോലെ വിൽക്കുന്നുണ്ട് കോഴീനെ ഇറക്കണത്. അപ്പം അയക്കാടെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല കോഴീനെ ഇറക്കണത്. അങ്ങനെ അറുത്ത് കൊടുക്കണമെന്ന് ഇഷ്ടമല്ല. ഇങ്ങനെ അറക്കണ ഒരിതല്ലേ, അതിന് മക്കൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പം ഞങ്ങളോട് പറയുന്നത് ഇതുപോലെ കോഴീനെ ഇറക്കുമ്പോൾ പറയുമ്പോൾ അപ്പോൾ പൈസ കൊടുക്കണ്ട. അയക്കാക്ക് പൈസ കൊടുക്കും, നമ്മൾ കൂലിയായിട്ട് കൊടുക്കും എന്തെങ്കിലും. എന്നാലും പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോകും. അപ്പം ഈ എന്നെയൊക്കെയാണ് കേട്ടോ വിടുന്നത്, കോഴീനെ ഇറക്കാനായിട്ട് വിടുന്നത്. അപ്പം നമ്മൾ കോഴീനെ ഇറക്കുമ്പോൾ നമ്മൾ അവരെ കഴുത്ത് പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ കഴുത്ത് പിടിച്ചു കൊടുക്കണം. എത്രത്തോളം നല്ല ബലത്തിൽ പിടിച്ചു കൊടുക്കണം. അയ്യോ, പിടിച്ചു കൊടുത്ത് കഴിഞ്ഞാലാണ് ഇത് കഴുത്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വേറെ നമ്മളുടേതായ ഒരു ഇതിൽ അങ്ങനെ ഇത് ഒന്നും കറക്റ്റ് ആ ഇത് പൊസിഷനിൽ തന്നെ അറക്കണമെന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ കൊടുത്ത് ഇറക്കുമ്പോൾ ഞാനൊക്കെയാണ് പോണത് കോഴീനെ ഇറക്കാൻ വേണ്ടി പിടിച്ചു കൊടുക്കാനൊക്കെ. എന്നിട്ട് കോഴീനെ അറുത്ത് അവിടെ വിടുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. ഇറച്ചി തിന്നുമ്പോഴാണ് സങ്കടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ പിടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ അറുത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയൂല. എന്നിട്ട് കോഴീനെ അങ്ങോട്ട് വിടുമ്പോഴത്തേക്കും ഇവിടെ നിന്നാണ് അറുത്തെങ്കിൽ കോഴി പോയി പെടഞ്ഞ് ചോരായിട്ട് പോയി കിടക്കണത് വേറെ കുറേ ദൂരെ ഇരിക്കുള്ളൂ.
എന്നിട്ട് അതിനെ പിടിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കോഴി മരിച്ച് കഴിയുമ്പോഴത്തേക്കാണല്ലോ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിടഞ്ഞ് ഈ ചോര മുഴുവനും അതിനിടയ്ക്ക് പത്തിരി ഇട്ട് കഴിഞ്ഞില്ല. ഈ ചോര മുഴുവനും പോയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇതിനെ സഞ്ചിയിലിട്ട് തിരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ട്. താറാവൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ താറാവൊക്കെ ഉണ്ടായിരുന്നുണ്ട് വീട്ടിൽ. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുഴ പോലത്തെ വലിയൊരു തോടുണ്ട് കേട്ടോ. തോടിൻ്റെ പേര് പറയുന്നത് തോടുണ്ട്. അപ്പോൾ ആ തോടിൽ ഇഷ്ടംപോലെ നമ്മൾ താറാവിനെ വളർത്തും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ കയറിൻ്റെ ഇതുണ്ടാകുമ്പോഴത്തേക്കും കയറ് വിരിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കയറ് വിരിയുടെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ചെറുത്. എന്നാൽ അങ്ങനെയൊക്കെയുള്ള ഇതാണ്. അപ്പോൾ അതിനെ കയറ് വിരിക്കാനായിട്ട് കയറ് വിരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചകിരി ഉണ്ടാക്കണമല്ലോ. ചകിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടല് നമ്മൾ കാശ് കൊടുത്ത് തേങ്ങ വാങ്ങിക്കും. തേങ്ങ ഇങ്ങനെ ഒരുമിച്ച് തേങ്ങ എടുത്തിട്ട് ആ തേങ്ങ കൊണ്ട് നമ്മൾ തേങ്ങ പൊടിച്ച് കൊപ്ര വേറെ ആക്കും. തേങ്ങ വെട്ടി കൊപ്ര വേറെ ആക്കിയിട്ട് കൊപ്ര വേറെ ഉണക്കും. അതിൻ്റെ മടലെടുത്തിട്ട് നമുക്കിങ്ങനെ ബിസിനസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കയറിൻ്റെ ഇതുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ളവർ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. 2 മെഷീൻ ഉണ്ടായിരുന്നു മുൻപ് എൻ്റെ ചെറുപ്പത്തിൽ. അപ്പോൾ ആ മടലെടുത്തിട്ട് നമ്മൾ ഈ തോടിൻ്റെ ഈ പുഴ പോലത്തെ പുഴയെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നല്ല വലിയ തോടാണ് കേട്ടോ. പുഴയെന്നുള്ള ഒരു ഇതാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഇത് ഇങ്ങനെ വല്ലം പോലെ കെട്ടിയിട്ടുണ്ടാവും അങ്ങനെ ഇതായിട്ട്. എന്നിട്ട് അതിനകത്ത് ഇത് കൊണ്ടുവച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ മടൽ മുഴുവനും മൊത്തത്തിലുള്ള മടൽ മുഴുവനും പൂഴ്ത്തി കഴിയുമ്പോഴത്തേക്കും അത് ചെടിയിലാണ് പൂഴ്ത്തുന്നത്. അത് 2 സ്ഥലത്ത് ഞങ്ങൾ പൂഴ്ത്തും. വേറെ ഉള്ള ആൾക്കാരുടെ ഒരു പറമ്പിലും ഇതുപോലെ ഇങ്ങനെ ഈ തോടിൽ നിന്നുള്ള വെള്ളം കയറിയ ഒരു വയലോലത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ മൂടും. അതിനൊരു അടയാളമൊക്കെ ഉണ്ട് കേട്ടോ. അത് മൂടി മടല് വേറുള്ള ഭാഗത്തോട്ട് ഒഴുകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേലി പോലെയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടാണ് ഉപ്പിട്ട് ചെയ്യണത്. ഒരുപാട് കഷ്ടപ്പാട്. അപ്പോൾ അത് കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മളുടെ ഭാഗത്തുള്ള നമ്മുടെ പറമ്പിൻ്റെ സൈഡിലുള്ള തോട് ഭാഗത്തും അതിനെ കെട്ടും. അപ്പോൾ ഈ മടല് കെട്ടിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ ചെളി വാരിയിടണം. ചെളി വാരിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെളി വാരിയിട്ടില്ലെങ്കിൽ ഈ മടല് മൊത്തം പൊങ്ങി ഒഴുകിപ്പോകും. അത് ചീഞ്ഞ് അവിടെ കിടന്നോളും. അപ്പോൾ എന്നിട്ട് അത് മടലൊടുങ്ങി പോണോണ്ട് ഇതിന് മേളിൽ ചെരുവാരി പൊത്തി അത് ഇത്ര ടൈം കഴിയുമ്പോഴാണ് ഈ മടൽ ചെയ്യണത്. ആ മടൽ ചീഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനെ പൊക്കി എടുത്തിട്ട് പിന്നെ ആളെ വെച്ച് നമ്മൾ കുറച്ച് നമ്മുടെ അയൽവക്കത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വെച്ചിട്ട് നമ്മൾ തല്ലി അത് ചകിരി ആക്കൂട്ടെ. നല്ല സ്വർണം പോലത്തെ ചകിരി ആയിരിക്കട്ടെ. അപ്പോൾ എന്നിട്ടാണ് പിന്നെ നമ്മൾ സ്വന്തം ഉണ്ടാക്കി തന്നെ കയറ് ചെയ്യണതായിരുന്നു. അതിനെ പിന്നെ ചകിരി നമ്മൾ കണ്ടനാട് കൊണ്ടുപോയി അതിനെ മില്ലിൽ കൊണ്ടുപോയി തല്ലിക്കും. അങ്ങനെ മടലൊക്കെ തല്ലി. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ താറാവുകളെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇതുമാണ് പിന്നെ താറാവുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തോട് ഇങ്ങനെ അടുത്തുള്ളതുകൊണ്ട് നമുക്ക് താറാവിനെ അപ്പോൾ താറാവിനെ പൂവനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറക്കൂരുന്ന് അങ്ങനെ. അപ്പോൾ താറാവുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതേപോലെ പോകുമ്പോഴത്തേക്ക് താറാവുകൾ നെല്ലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിൻ്റെ ഉടമസ്ഥന്മാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. അവർ നല്ല കല്ലൊക്കെ വെച്ച് നല്ലോണം കീറും. നല്ല അങ്ങനെ പാലപ്പൊടിയും. ചില താറാവുകളും സങ്കടം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് താറാവിനെയും കോഴിനെയൊക്കെ വളർത്തുന്നത്. അങ്ങനെ പിന്നെ അത് തന്നെയല്ല, ഇവർ കുരുത്തക്കേടുകൾ കാണിക്കും. മുട്ടയൊക്കെ ഇവർ വെള്ളത്തിലിട്ട് കളയും. അങ്ങനെ നമ്മുടെ അരികത്തൊക്കെയാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. വെള്ളത്തിൽ നല്ല തെളിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പുഴ പോലത്തെ ഇതാണ്, വേറെ ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊക്കെ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. ഈ താറാവുകൾ എന്ന് വെച്ചാൽ ഈ താറാവിനെ വിളിക്കാൻ പോലും ഒരു ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം താറാവിനെ നമ്മൾ തൊട്ടടുത്ത് ഈ തോടിൻ്റെ അറ്റം വരെ പോവാം. അപ്പം ഈ നെല്ലിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെ ഒരുമാതിരി പോയി കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും താറാവുകളെ കൊണ്ടുവരണമല്ലോ. അല്ലെങ്കിൽ നെല്ലിലേക്ക് പോവാതിരിക്കാനുള്ള ചെറിയ തടയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇവർ കരപ്പേ കയറിയിട്ട് ഇവർ നടന്നു വേണമെങ്കിൽ അങ്ങനെ പോകും, കൂട്ടത്തോടുകൂടിയൊക്കെ പോകും. എന്നിട്ട് പിന്നെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താറാവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മടിക്ക് ഒത്തിരി കല്ല് വാരിയിടും. നമ്മുടെ മടിയിൽ കല്ല് വാരിയിട്ടിട്ട് നിറച്ച് കല്ല് ഇവിടുന്ന് പിറക്കിക്കൊണ്ട് പോകും.
പോയിട്ട് ഈ താറാവുകളെ എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് അറ്റം വരെ പോയിന്നിട്ട് എറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് രണ്ടുപേരായിട്ട് നിൽക്കും. അടുപ്പിച്ച് നമ്മളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ നെല്ലിൽ കയറി അവർ കശാപ്പ് ചെയ്ത് കളയും. എങ്ങനെയൊക്കെ അവർ ഒന്നും ചിലതിനെയൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ താറാവുകളുടെ കുരുത്തക്കേട് ഇങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ അപ്പോൾ പൂവനെയൊക്കെ നമ്മൾ ഇറക്കും കേട്ടോ. പൂവനെയൊക്കെ ഇറക്കും. പിന്നെ എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരും. ഇങ്ങനെ അടുപ്പിച്ചടിപ്പിച്ചടിപ്പിച്ചടിച്ച് കൊണ്ടുവന്നിട്ട് പിന്നെയും പിന്നെ നമ്മൾ അറ്റത്തെ പറമ്പിൽ പോയി നിന്നിട്ട് ഇങ്ങനെ ഓരോ പറമ്പ് കയറി നമ്മളിങ്ങനെ വരണം. നമ്മുടെ വീടിൻ്റെ പറമ്പിൻ്റെ അടുത്ത് വരെ നമ്മൾ കയറി വരണം. അല്ലെങ്കിൽ ഒരെണ്ണം പോയി ഇവർ തിരിച്ചു പോകും. അങ്ങനത്തെ ടൈപ്പ് താറാവുകൾ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ നമ്മളപ്പോൾ വഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. വഞ്ചിയൊക്കെ ഞങ്ങളിങ്ങനെ മടൽ കൊണ്ടുപോകാനുള്ള പറഞ്ഞുകൊണ്ട് വഞ്ചി ഞങ്ങൾ മാസത്തിൽ വഞ്ചിയൊക്കെ എടുക്കും. വീട്ടിൽ ഒരു മാസം വിടും നമ്മൾ വഞ്ചി. അപ്പോൾ ഈ മടലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള പറഞ്ഞുകൊണ്ട് മടലടിക്കാൻ വേണ്ടി കൊണ്ടുവരണേണ് വഞ്ചി. അപ്പോൾ വഞ്ചി കുറേ നാൾ ഈ വഞ്ചി അവിടെ കിടക്കും. ഒരു മാസത്തിലൊക്കെ കിടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് പറയാനായിട്ട്. നല്ല നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഞാൻ പറയണേ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഞ്ചി നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ ഞങ്ങളുടെ വീടിൻ്റെ അക്കരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ മുഴുവനും ജാതി, കടുക്കാശി മാങ്ങ എന്നൊക്കെ പറയുന്ന നല്ല മാങ്ങയുണ്ട്. നല്ല മധുരമുണ്ട് ആ മാങ്ങക്കൊക്കെ. അപ്പോൾ നല്ല മധുരവുമാണ്. അതിൻ്റെ ഞെട്ട് കളയാതെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോനയാണ് കേട്ടോ. ആ ചോനയൊക്കെ നമ്മൾ കൊള്ളു നമുക്ക്. അപ്പോൾ അപ്പോൾ കടുക്കാച്ചി മാങ്ങ അങ്ങനെ ഇതായിട്ട് പിന്നെ ജാതിക്കയുണ്ട്, കടുക്കാച്ചി മാങ്ങയുണ്ട്, അങ്ങനെ പിന്നെ കുറേ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. പിന്നെ കൂടുതലും തേങ്ങ ഒരുപാട് കിട്ടും. അപ്പോൾ അവിടെ ആ പറമ്പിൽ ആകെ ഒരു വീട് മാത്രമേ ഉള്ളൂ. ഒരുപാട് വലിയൊരു പറമ്പിൽ. അപ്പോൾ അവർ നോട്ടക്കാർ വേറെ ആളാണെങ്കിലും ആ പറമ്പിൽ അവരുള്ളതുകൊണ്ട് അവരാണ് കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒക്കെ എടുക്കുന്നത്. ഓല, മടൽ എല്ലാം ഇതും. അപ്പോൾ അന്നൊക്കെ നമ്മൾ വിറക് എത്തിക്കുന്ന സമയങ്ങളല്ല. അപ്പോൾ അങ്ങനെ വിറകൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും വിറകൊക്കെ കത്തിക്കുന്ന ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ ഈ വഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പം ഞങ്ങളുടെ അവിടെയുള്ള ആ പരിസരത്തുള്ള എല്ലാ പിള്ളേരും ഉണ്ടാവും ഞങ്ങളുടെ വീട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വഞ്ചി കയറി പോകാനായിട്ട്. അപ്പോൾ ഒരു മാസം വരെ മുന്നിപ്പോൾ വഞ്ചി അവിടെ ഇടുതിന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ മടൽ കയറ്റുമ്പോഴത്തേക്കും നമ്മളത് വാടകയ്ക്ക് എടുക്കുന്നതാണ് ഇത് കൊണ്ടുപോകാനും ഇറക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വരാപ്പുഴയാണ്. അവിടെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണ് ഈ മടലടിക്കണത്. പുഴയുടെ അരികത്താണ് ആ മില്ല്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പം ഞങ്ങളെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെല്ലാവരും ഈ ഇത്രയും ദിവസവും പിള്ളേരൊക്കെ വൈകുന്നേരങ്ങളിലും രാവിലെയും എല്ലാം ഞങ്ങൾ ഈ വഞ്ചി ഉന്തിയിട്ട് അത് വലിയ ഇക്കമാരൊക്കെ ഉണ്ടെങ്കിൽ അവർ വഞ്ചി കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ അക്കരെ പോയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതിക്കയും കടുക്കാച്ചി മാങ്ങ എല്ലാം ഈ വഞ്ചി പോയിട്ട് പറിക്കും. നല്ല രസമുണ്ട് ഇങ്ങനെ വഞ്ചി ഇങ്ങനെ നമ്മളിങ്ങനെ അരികൊത്തുകൂടി പോകുമ്പോൾ ഇങ്ങനെ നല്ലൊരു ഇതാണ്. ഒതളമരം അത് ഇത് നല്ല രസമുണ്ട്. അങ്ങനെയൊക്കെ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കഥകളുണ്ട് കേട്ടോ പറയാനായിട്ട്. എന്നിട്ട് ഞങ്ങളിങ്ങനെ അപ്പം ഈ നമ്മൾ ഈ ഭിത്തിയിൽ അതിൻ്റെ ഈ ഇതിൻ്റെ പുഴയുടെ എറമ്പിലുള്ള ഈ തോടിൻ്റെ എറമ്പിലുള്ള ഭിത്തി പിടിച്ച് തള്ളുമ്പോൾ വഞ്ചി ഇങ്ങനെ നീങ്ങുമല്ലോ. അപ്പം ഇങ്ങനെ എല്ലാ പിള്ളേരും ഇങ്ങനെ കൈയിട്ട് തുഴയും. പിന്നെ ഇതിലൊക്കെ പിടിച്ചിങ്ങനെ ഇതല്ല. പിന്നെ ഈ എന്താണ് പന്നൽ ചെടികളാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഇതിൻ്റെ അരികത്ത് ഇങ്ങനെ ഒതളമരവും വേറൊരു സൈസ് മരങ്ങളൊക്കെ ഉണ്ട്. നല്ല നമ്മൾ പേരൊന്നും അറിയാൻ പാടില്ല ടൈപ്പ് മരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ആയിട്ട് ഈ ജാതി മരത്തിന് അടിച്ച് ജാതിക്കൊക്കെ എടുക്കും. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴക്കുറയും. പിന്നെ ഞങ്ങൾ ഓലമടലി തേങ്ങ കിട്ടുന്ന തേങ്ങയൊക്കെ ഇതിങ്ങനെ വഞ്ചിയിലേക്ക് ഞങ്ങൾ പിറക്കിയിടും. വഞ്ചിയിലൊക്കെ പിറക്കിയിട്ടിട്ട് നല്ല സുഖമല്ലേ. എല്ലാ പിള്ളേരും എല്ലാം ഉണ്ട്. നല്ല രസമുള്ള ഒരു ഉത്സവം പോലെ ഉണ്ടാ വഞ്ചി ഒക്കെ കിട്ടുമ്പോഴത്തേക്കും. എന്നിട്ട് കുറേ നാളങ്ങനെ എടുക്കും. പിന്നെ അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടാ ഇതിൻ്റെ ഇതൊക്കെ ഓരോരുത്തർ വലിയ അതൊക്കെ ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ കാണാം നമ്മളെ സപ്പോർട്ട് ചെയ്യണോട്ടാ. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ചെറുപ്പത്തിലുള്ള. അപ്പം ഇങ്ങനെ നല്ലൊരു സന്തോഷമുണ്ട് നമുക്ക്. ആ സന്തോഷം പിന്നെ കൃഷി ഉണ്ടാവും നമ്മുടെ പള്ളത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തെ ഭാഗമൊക്കെ എല്ലാവർക്കും പള്ളങ്ങളാണ്. ഇങ്ങനെ തോടിങ്ങനെ പോകുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ പൊതുവെ പറയണത്. അപ്പം അങ്ങനെ കൃഷി ഉണ്ടാവും. അപ്പം ഞങ്ങളുടെ പറമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 തട്ടായിട്ട് കിടക്കുന്ന പറമ്പുകളാണ്. പൊക്കം പിന്നെ അതിൻ്റെ താഴെ അങ്ങനെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ അവിടെ കൃഷി ഉണ്ടാവും. പടവലം, പീച്ചിലി, വെണ്ടക്ക, ചീര, കൂർക്കയുടെ കാര്യം പറയുമ്പോൾ നമുക്കിപ്പോൾ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു രുചിയില്ല കേട്ടോ ഇപ്പോഴത്തെ ഇതൊക്കെ കഴിക്കാനായിട്ട്. അങ്ങനെ വലിയ രുചിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് അന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു നമ്മുടെ വീട് നമുക്കൊരു 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു 25 സ്ഥലമുള്ള ഒരു ഇതുണ്ട്.
പറമ്പുണ്ട്. ആയിക്ക വേറെ സ്ഥലത്താണ്, അവരുടെ ബന്ധുക്കളൊക്കെ അവിടെ തന്നെയാണ്. അപ്പം നമ്മൾ ആ സ്ഥലത്ത് എൻ്റെ ഉപ്പ് ഇതുപോലെ കൃഷി ചെയ്യും. ചെറുപയർ, പുല്ലൊക്കെ അന്ന് കഴിച്ചാണ് കേട്ടോ. പുല്ലൊക്കെ പയറായിട്ട് കുറുക്കിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. എന്നിട്ട് ഈ പറമ്പിൽ മൊത്തം ഒരു പകുതിയോളം 3/4 ഭാഗത്തോളം എൻ്റെ ഇപ്പോൾ കൃഷി ചെയ്യും അവിടെ. ചെറുപയറും പിന്നെ കപ്പലിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ നട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമ്മളങ്ങനെ കൂടുതൽ ഇട്ടുന്നത് പയറും പിന്നെ കൂർക്കയാണ് കൂടുതലായിട്ട്. പിന്നെ മധുരക്കിഴങ്ങ്, ചുമപ്പില്ലേ, കണ്ടിക്കിഴങ്ങ് എന്ന് പറയും നമ്മൾ, മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടറ്റോ. അപ്പം അറിയാൻ പാടില്ലാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ മഞ്ഞേൻ്റെ ചുവപ്പുണ്ട് കേട്ടോ. എൻ്റെ പൊന്നോ, അതൊക്കെ ഇങ്ങനെ നമ്മൾ ഒരേ വരമ്പാണ്. അതൊക്കെ ആളെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ വരമ്പ് കോരി ഇടുന്നത്. അങ്ങനെ നമുക്ക് പറ്റില്ല. അങ്ങനെ വരമ്പ് കോരി ഇട്ടിട്ട് നടലെല്ലാനും ഉപ്പയും ഉമ്മയും കൂടിയൊക്കെ ചെയ്യും. അപ്പോൾ ഈ വരമ്പത്തുനിന്ന് നമ്മളിങ്ങനെ കണ്ടിക്കണം. അത് വേറെ സ്ഥലത്തു നിന്നൊക്കെ ചെയ്യും കേട്ടോ. വേറെ സ്ഥലത്തൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ എടുത്തുപ്പോൾ ചെയ്യാറുണ്ട്. എന്നിട്ട് നമ്മൾ അന്ന് അവർക്ക് നമ്മൾ പൈസയല്ല കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്കും കഴിക്കാം. പിന്നെ അതിൻ്റെ ഒരു ഭാഗം നമ്മളത് പറിച്ചു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഓഹരി അവർക്ക് കൊടുക്കും. അങ്ങനെ ഉണ്ടല്ലോ. അത് നമ്മൾ പൈസക്ക് ഒന്നുമല്ല അത് ചെയ്യണത്. അങ്ങനെ നമ്മൾ കൂർക്കയൊക്കെ പറിക്കുമ്പോഴത്തേക്കും ഒരു 2 വാരം തന്നെ പറിക്കുമ്പോഴത്തേക്കും ഉണ്ടാവും, നന്നായിട്ട് ഇതുണ്ടാവും. എന്തൊരു രുചിയാണ് അതിനൊക്കെ തിന്നാനായിട്ട്. ഉള്ളിമുളകൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കൂർക്കയൊന്നും വലിയ ഇതല്ല. അന്നത്തേക്ക് എന്തൊരു ടേസ്റ്റാണ്. വെറുതെ ഉള്ളിമുളക് ഇടിച്ചിട്ടാലും നമുക്ക് നല്ല രുചിയാണ് കൂർക്കയൊക്കെ തിന്നാനായിട്ട്. ചുവക്കിഴങ്ങ് അങ്ങനെ അതൊക്കെ ചെയ്യും. അപ്പം അതിങ്ങനെ നമ്മുടെ ആവശ്യത്തിന് പറിച്ചെടുക്കാം. നമ്മളിങ്ങനെ ഓരോ വരമ്പിന്ന് ഇങ്ങനെ പറിച്ചെടുക്കും ഓരോ ദിവസം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പറിച്ചെടുക്കാം. അതേപോലെ മധുരക്കിഴങ്ങും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം ഈ മധുരക്കിഴങ്ങിൻ്റെ തലയൊക്കെ ഇങ്ങനെ നീളത്തിലുള്ള തണ്ടാണെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ അങ്ങനെ കൊണ്ട് നടുന്നത്. അപ്പം അങ്ങനെ നല്ല രസമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അങ്ങനെ പറയാനായിട്ട്. പിന്നെന്താണ്, പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ കൊപ്ര. അപ്പോൾ നമ്മളിങ്ങനെ കയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കണത്. തേങ്ങ വാങ്ങിക്കും. തേങ്ങയും അടക്കയും വാങ്ങിക്കും. അടക്ക നമ്മൾ ഉണക്കി കൊടുക്കുകയാണ് ചെയ്യണത്. വേറെ അത് തോട്ടം അടച്ച് നമ്മൾ അടക്കിയെടുത്തിട്ട് അടക്ക നമ്മൾ കൊടുക്കും. അടക്ക ഞങ്ങൾ തന്നെ പൊടിച്ച് നമ്മൾ അടക്ക ഉണക്കി അങ്ങനെ കൊടുക്കും. കൊപ്രാന്ന് ഉദ്ദേശിക്കുന്നത്, തേങ്ങ ഉദ്ദേശിക്കണത് ഒന്നാമത് നമ്മൾക്ക് മടലിന് വേണ്ടിയിട്ടാണ് തേങ്ങ നമ്മൾ എടുക്കണം. പക്ഷേ അതെങ്ങനെ നമ്മൾ കൊപ്ര ചെറിയൊരു ഷെഡ് ഉണ്ടായിരുന്നു കൊപ്ര ഉണക്കാനായിട്ട്. ചെറിയൊരു ഷെഡ്, അതിനകത്ത് ഉണക്കി അടിയിൽ നിന്ന് എന്തോ തീയൊക്കെ കൊടുത്ത് എൻ്റെ മൂത്തുമാടെ മോനാണ് അതൊക്കെ ചെയ്യണം. അപ്പം തീ കൊടുത്തിട്ട് കൊപ്ര ഉണക്കും. പിന്നെ ഞങ്ങളിങ്ങനെ കൊപ്ര വിരിക്കാനൊക്കെ അപ്പുറത്തെ പറമ്പിൽ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ ഈ പറമ്പിൽ. അപ്പം അതങ്ങനെ ഒഴിയുമ്പോൾ കൊപ്ര അവിടെ ഇട്ട് ഉണക്കുമ്പോൾ ഞങ്ങൾ കാക്കയൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താണ് ചെയ്യണത്, കാക്കേനെ ഓടിക്കാൻ ഞങ്ങളെ വിടും. അപ്പം ഞങ്ങൾക്ക് മടിയാണ്. കാക്കേനെ ഓടിക്കാൻ വേണ്ടി നമ്മളിന്ന് വെയിലത്തിരിക്കണ്ട. അപ്പോൾ കാക്ക വന്നു. അപ്പോൾ വലയൊക്കെ ഇടുമെങ്കിലും വലയുടെ ഇടയ്ക്ക് കൂടിയൊക്കെ കാക്ക എടുത്തുകൊണ്ടുപോകും. അപ്പം ഞങ്ങൾ കാതവ വല ഇട്ടില്ലെങ്കിൽ കൊപ്ര ഇടണമെങ്കിൽ തന്നെ കാക്ക ഇത് കണ്ടപ്പോൾ തന്നെ കൊത്തിക്കൊണ്ട് പോകും. ഏതിലും അപ്പോൾ കാക്കയൊക്കെ ഇരിക്കണത് ഓടിൻ്റെ മേളിലായിരിക്കുള്ളൂ. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊപ്ര തിന്നാൻ ഭയങ്കര ഇഷ്ടമുണ്ട് കേട്ടോ, ഭയങ്കര ഇഷ്ടമുണ്ട്. അപ്പോൾ ഈ കൊപ്ര തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും ചോദിക്കും, ഒരു കഷ്ണം കൊപ്ര ഞങ്ങൾക്ക് എന്ന് പറയും. എന്നിട്ട് ചിലപ്പോഴൊക്കെ ഞങ്ങൾ കാക്കയുടെ കുറേ എടുക്കും. കാക്കയുടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓടിൻ്റെ മേളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഈ കൊപ്ര ഇരുന്ന് തിന്നുമ്പോഴത്തേക്കും ഉഷ് പറഞ്ഞ് ഓടിക്കുമ്പോഴത്തേക്കും കൊപ്ര വായിന്നൊക്കെ താഴ്ത്തിട്ട് വീഴുട്ടാ. എന്നിട്ട് അങ്ങനെയൊക്കെ നല്ല രസമാണ്. അപ്പം ഈ കൊപ്ര ഞങ്ങൾ എല്ലാം എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് പൊടിയണതൊക്കെ ഉണ്ടാവും. പൊടിയണൊക്കെ ഉണ്ടായിരുന്ന ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കട്ടെ തിന്നാനായിട്ട് നല്ലതാണ്. അപ്പം ഈ കൊപ്ര ഉണങ്ങി ഒരു മനുഷ്യന് തേങ്ങ ഉണങ്ങുമ്പോൾ നല്ല രുചിയാണ്. ഇങ്ങനെ വെളിച്ചെണ്ണ അതിനകത്ത് ഇരുന്ന് ഉണങ്ങി. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളപ്പോൾ ഈ മടലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കൊപ്ര ഈ തേങ്ങ അങ്ങനെ അടച്ചെടുക്കുന്നത്. അപ്പം മടലുമായി അപ്പം ഈ കൊപ്ര ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും, അതിൻ്റെ പൈസ നമുക്ക് തരും. അതല്ലെങ്കിൽ വെളിച്ചെണ്ണയായിട്ട് നമ്മൾ വെളിച്ചെണ്ണ എന്തായാലും വാങ്ങിക്കണമല്ലോ. അപ്പോൾ വെളിച്ചെണ്ണ മെയിനായിട്ട് ഞങ്ങൾക്ക് കയറിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ കൊപ്ര ഉണക്കിയതുണ്ട്. ഞങ്ങൾക്കൊന്നും അങ്ങനെ വലിയ താല്പര്യം, നമ്മളങ്ങനെ കണ്ട് എടുക്കണം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിട്ട് ഞങ്ങൾ കൊടുക്കൂട്ടെ. അപ്പോൾ അതിനകത്ത് പൊടിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അങ്ങനെ ആട്ടി അങ്ങനെ ഇതാക്കി എടുക്കും. അപ്പം ഈ കയറുണ്ടാക്കുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ സ്കൂളിൽ പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ ഭയങ്കര മടിയൊക്കെ ഇരിക്കും ചില സമയത്ത് സ്കൂളിലൊക്കെ പോകാനുണ്ട്. അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളോട് ഈ കയറിൻ്റെ അകത്ത് ഇങ്ങനെ മെഷീനാണല്ലോ. അപ്പം മെഷീനിൽ നമ്മളോട് പറയും കയറ്
നല്ല വെള്ളപ്പത്തിരി ഉണ്ടാക്കിയത് തികഞ്ഞില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കയറുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അന്ന് കറണ്ടില്ലല്ലോ, ഇന്നുള്ളവർ കറണ്ടിലാണ് കേട്ടോ. ഇത് വർഷങ്ങൾക്കും എൻ്റെ ചെറുപ്പത്തിലുള്ള കാര്യമുണ്ട് ഞാൻ പറയണം. അപ്പോൾ കയറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ 2 മെഷീനിലും ആദ്യം നമ്മൾ നൂറ്റിയെടുക്കണം. കയറിൻ്റെ ഇത് നൂറ്റെന്ന് പറയും. അപ്പോൾ കയറ് പിരിക്കണേക്ക് മുമ്പ് അപ്പോൾ നൂറ്റുമ്പോഴത്തേക്കും നൂറ്റി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഈ കയറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, കയറ് എടുക്കുമ്പോൾ 2 പാളി ഉണ്ടാവുമല്ലോ, ആ പാളിയിൽ ഒരെണ്ണം നമ്മൾ നൂറ്റിയെടുക്കണതാണ്. അത് മാത്രമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. ആ പാളി ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കി കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ 2 പത്തലുകൾ ഉണ്ടാവും. ആ പത്തലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ 10 ഇങ്ങനെ നമ്മുടെ കാലിൽ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന ഇത്രയും വീതിയുള്ള ഇത്രയും നീളത്തിലുള്ള 10 മാറാണ് ഒരു മുടി കയറുന്ന പറയണത്. 10 മാറ് ഒരു മുടി കയറ് ഇത്രയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മുടി കയറിന് നമ്മൾ അത്ര നീളം എത്തണമെങ്കിൽ നമ്മുടെ വഴിയിൽ പോയിട്ട് നീളത്തിലുള്ള വഴിയുടെ ഒരു 3/4 ഭാഗം എത്തുന്ന ദൂരമാണ് ഒരു മുടി കയറിൻ്റെ 10 മാറ് അളവ് ഒരു മുടി കയറ്. അപ്പം അങ്ങനെ പറയുന്നത്. അപ്പം ഈ നൂറ്റുന്നതിന് നമ്മൾ ചെറിയ രീതിയിലേക്ക് കറക്കാൻ പാടുള്ളൂ. അത് കൈ കൊണ്ട് കറക്കുകയാണ്, കറണ്ടിലല്ല വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പം കയറുണ്ടാക്കുന്നവർ കറണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അന്നപ്പോൾ അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് കറക്കുകയാണ്. അപ്പം ഇത് ആദ്യത്തെ ഈ കയറിലുള്ള 2 പാളിയിൽ ഓരോ പാളിയും ഇതാക്കണേന് ചെറുതായിട്ടാണ് ആ ഒരു ഭാഗത്തുള്ള ആ കയറിൻ്റെ ഒരു വശം ഉണ്ടാക്കുന്നത് ആ നൂറ്റെന്ന് പറയണത്. ആ നൂറ്റെണ്ണതിന് ആ നീളത്തിലുള്ളൊരു കയറിൻ്റെ ഒരു ഭാഗം നൂറ്റെണ്ണതിന് ഈ മെഷീൻ പതുക്കെ കറക്കാൻ പാടുള്ളൂ, സ്ലോവിലേ കറക്കാൻ പാടുള്ളൂ. പക്ഷേ കയറുണ്ടാക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അങ്ങനെയല്ല. കയറുണ്ടാക്കുമ്പോൾ നമ്മൾ മുറുക്ക് കയറി കൊടുക്കും, സ്പീഡിൽ കയറണം. അതിന് 2 ഇതുണ്ട്, 2 മെഷീനുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഉള്ളിൽ കൂടി വെടവിൽ കൂടിയാണ് ഇത് നൂറ്റെണ്ണതും കയറുണ്ടാക്കണം. 2 പാളി 2 സംഭവം അവൻ്റെ പേരൊക്കെ മറന്നു പോയിട്ടാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ഈ നൂറ്റുന്നതിന് പതുക്കെ കറക്കാൻ പാടുള്ളൂ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കറക്കാനിരിക്കുമ്പോൾ തുടങ്ങി ഞാൻ കരച്ചിൽ തുടങ്ങും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയം ഇങ്ങനെ പതുക്കെ നമ്മളിങ്ങനെ കറക്കാൻ പാടുള്ളൂ. ഇതിന് ആ കയറിൻ്റെ ഒരു ഭാഗം ഉണ്ടാക്കണേന് കയറായിട്ട് വരുമ്പോഴത്തേക്കും നല്ല സ്പീഡിൽ കറക്കാനുള്ള ആ മെഷീന് അപ്പുറത്തെ മെഷീനും ഇപ്പുറത്തെ മെഷീനും നല്ല സ്പീഡിൽ 2 പേരും കറക്കി കൊടുക്കണം. അങ്ങനെയാണ്. അപ്പം ഞങ്ങളിന്ന് കറക്കണവരിന്ന് കരച്ചിലാണ്. കയറുണ്ടാക്കണ നല്ല സ്പീഡിലായതുകൊണ്ട് അതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കറക്കി കരഞ്ഞോണ്ടാണ് കറക്കണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രക്കും വിഷമിച്ചാണ് ഇത് കറക്കണത്. കറക്കണ്ടേ, മടിയാണ്. പക്ഷേ അയൽവക്കത്തൊന്നും എന്നവർക്ക് എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാമോ ഇത് കറക്കാനായിട്ട്. പക്ഷെ അവർ കറക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവില്ല. അപ്പം നമ്മൾ ഈ നൂറ്റൊന്നതിന് സ്പീഡിൽ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൂറ്റിൽ കയറി പെട്ടെന്ന് ഇങ്ങനെ പോണത്. പക്ഷെ അത് കയറി ചകിരി പെട്ടെന്ന് ഇതിങ്ങനെ കറക്കുമ്പോഴത്തേക്കും കറങ്ങി ഇത്തിരി സ്പീഡ് കൂടിയാൽ ഈ ചകിരി കിടന്ന് ഈ ഇതായിട്ട് പിടിക്കും, കെട്ടി വീഴും. അപ്പം അതുകൊണ്ടാണ് ഈ സംഭവത്തിന് മാത്രം ചെറുതായിട്ടേ കറക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ കറക്കി പിന്നെ അപ്പം എന്നിരുന്ന് കരച്ചിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും പണിയായിരിക്കും. ഈ ചകിരിക്ക് 2 ടൈപ്പ് കയറുണ്ട്. ഈ കയറിനെ നമ്മൾ വേലി കെട്ടാനും അതിലുള്ള കയറിനൊക്കെ നല്ല മുത്തുപോലെ മണി പോലെ പൊക്കമൊന്നുമില്ലാതെ നല്ല രീതിയിലുള്ള നല്ല മെടുത്ത കണ്ണിയുള്ള കയറായിരിക്കണം വേലി കെട്ടുന്നതിനൊക്കെ. പിന്നെ ചെറുതുമായിരിക്കണം അങ്ങനെ. പിന്നെ ചെറുകയറുണ്ട്, അതിൻ്റെ നടുക്കുണ്ട്, മീഡിയം ഉണ്ട്. പിന്നെ കൊലക്കയറെന്നൊക്കെ പറയും. അത് ഇങ്ങനെ വാഴക്കൊക്കെ കിട്ടുന്ന കയറിന് അതിന് ഈ ചകിരി അരിച്ച് അതിൻ്റെ ഇത് സംഭവങ്ങളൊന്നും കളയണ്ട. അങ്ങനെയാണ് മറ്റുള്ള കയറുകൾക്ക് വലിയ കയറൊക്കെ ഉണ്ടാക്കണേന്. വലിയെന്ന് പറഞ്ഞാൽ കൊല ഇതൊക്കെ കെട്ടുന്നതിന്. പക്ഷേ ഈ വേലി കെട്ടുന്നതിനും നമ്മൾ എന്ത് കെട്ടുന്ന കയറിനും നല്ല എഴുത്തിരിക്കണം നല്ലോണം. അതിൻ്റെ ഒരു ഇതൊന്നും അധികം പൊങ്ങാൻ പാടില്ല. അതിൻ്റെ അകത്ത് മൂക്ക് ചകിരി എന്നൊക്കെ പറയും, അതിൻ്റെ കച്ചറ ചകിരികൾ അതൊന്നും വീഴാൻ പാടില്ല. അതിനുവേണ്ടി നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ചകിരി അരിക്കണം. അതും ഒരു പണിയാണ്. ചകിരി അരിക്കണത് ഒരു പണിയാണ്. പിന്നെ എൻ്റെ ഉമ്മക്കെന്നൊക്കെ പറഞ്ഞാൽ കൈ കൊണ്ട് പിരിക്കാനറിയാം. ഇങ്ങനെ പിരിച്ച് അത് ഇരുന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിരിച്ച് അത് വേറൊരിതാണ്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അരിക്കണതൊരു പണിയാണ്. പിന്നെ ഇത് കുറച്ചൊക്കെ വെയിലത്തിട്ട് നമ്മളിങ്ങനെ ഈ മെഷീനിൽ അടിച്ചു കൊണ്ടുവന്നിട്ട് ചിലവരിരുന്ന് വീട്ടിലെ ആളുകൾക്ക് തല്ലിക്കാറുണ്ട്. തല്ലിക്കുകയും ചെയ്യും. തല്ലിച്ചിട്ട് മടലിങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പോള വേറെ വിളിക്കണം. ആ പോള വിളിച്ചിട്ട് ആ പോളയൊക്കെ നമുക്ക് കത്തിക്കാനായിട്ട് കാട്ടാം. അപ്പം നമ്മൾ 2-3 പേരെ നിർത്തിയാണ് അതും ചെയ്യിക്കണത്. അങ്ങനെ മതി. അപ്പം എനിക്കൊരു സംഭവം പറ്റിയിട്ടാ. അപ്പം ഞാനൊരു ദിവസം ഇതിനെ ചെറുപ്പത്തിൽ അപ്പം ഇങ്ങനെ തല്ലുന്ന ഇത് മടലിങ്ങനെ വെക്കുന്ന സംഭവം
ഇരുമ്പിൻ്റെ ഒരു ദണ്ടാണ്, ഒരു ഇരുമ്പിൻ്റെ ഒരു കട്ട പോലത്തെ ആണ്. അതിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ മടലിങ്ങനെ തല്ലുന്നത്. അപ്പോൾ ഈ അടിക്കുന്ന വടിയും ഇരുമ്പിൻ്റെ ആയിരിക്കും, ഈ സംഭവം ഇരുമ്പിൻ്റെയും ആയിരിക്കണം, എന്നാലാണ് അതിന് ബലം കിട്ടുള്ളൂ. നല്ലോണം തല്ലണം, തല്ലി 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 അങ്ങനെ ചെയ്യും. മെഷ്യത്തിലും കൊണ്ടുപോകും, അങ്ങനെ ചെയ്യാറുണ്ട്. വീട്ടിലെ ആളുകളും ചെയ്യാറുണ്ട്, മെഷ്യത്തിലും കൊണ്ടുപോകാറുണ്ട്. കുറേ ആയപ്പോഴത്തേക്കും മെഷ്യത്തിൽ അങ്ങനെ നമ്മുടെ ആളെ കിട്ടാണ്ടായത്. ഒരാൾ മാത്രം ചെയ്താൽ അപ്പോൾ ഒരുപാട് പേര് ചെയ്താലാണ് നമുക്ക് എല്ലാം ഇങ്ങനെ കയറ് കമ്പനിയിലൊക്കെ കയറ് കൊടുക്കുമ്പോൾ നമുക്ക് അതനുസരിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യും. ഞാനൊരു ദിവസം ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ നല്ല ഒരു അടി ഇങ്ങനെ അടിച്ചല്ല. ഈ ഇരുമ്പിൻ്റെ വടിയല്ലേ, താഴെ ഇരിക്കണ വശവും ഇരുമ്പ്, ഈ നമ്മുടെ കയ്യിലിരിക്കുന്ന വടി ഇരുമ്പ്. കൈ അങ്ങോട്ട് ചതഞ്ഞ് പോയിട്ട് ചോര ഇങ്ങനെ പൊട്ടി, ചോര പറഞ്ഞില്ല, പക്ഷെ അതിൻ്റെ അപ്പുറം നല്ല വേദന എടുത്ത്. അത് ചോര അതിനകത്ത് ഇങ്ങനെ ചത്തിരിക്കണായിരുന്നു. അങ്ങനെ ഇതായിട്ട്. അപ്പം അങ്ങനെ കറക്കുമ്പോഴത്തേക്കും, ആ കറക്കണമായിരുന്നു പറഞ്ഞത്, അങ്ങനെ കറക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്. അപ്പം അയൽവക്കത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ പറയും ഞാൻ കറക്കാം, ഞങ്ങൾ കറക്കാം, ഞങ്ങൾക്കൊന്ന് താന്ന് പറയും. വേദന അവരുടെ കയ്യിലോട്ട് കൊടുക്കും. പിന്നെ കുറച്ച് സമയം അവർക്കും മതിയാകും. പക്ഷേ മറ്റേ സ്പീഡിൽ ഇങ്ങനെ കറക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടം. വേഗം ഇങ്ങനെ കറക്കാം. അത് കാരണം കൊണ്ട് ഇങ്ങനെ നമ്മൾ അതിനങ്ങനെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഉറക്കുന്നു തൂങ്ങി പതുക്കെയാണ് ഇങ്ങനെ കറക്കാൻ പാടും. പതുക്കെ പതുക്കെ. ഇന്നിപ്പോൾ മെഷീനാണ്, ഇന്നിപ്പോൾ മെഷീൻ ഇതായിട്ട് ആൾക്കാർ ചെയ്യണത്. ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കേട്ടാ. പിന്നീട് അതൊക്കെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇത് പറഞ്ഞോണം മടിയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു ബിസിനസ് നമ്മളത് കളഞ്ഞതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ആ മെഷീനെല്ലാം കൊടുത്ത് 2 മെഷീനാണ്, അപ്പുറം ഇപ്പുറം വേണം നമുക്ക്, 2 മെഷീനാണ്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായില്ല ആ സംഭവങ്ങളൊന്നും. വേറൊരു ചേട്ടത്തി ഉണ്ടായിരുന്നു. ആ ചേട്ടത്തിൻ്റെ ഞങ്ങൾ ഇത് ഇല്ലാണ്ടാവുമ്പോൾ ഞങ്ങൾ ചകിരിയൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്തിരുന്നു. കൂടുതൽ അവരും വാങ്ങിക്കും നമ്മളോട്, നമ്മൾ കൊണ്ടുവരുന്ന ചകിരി. അവർ മാത്രമാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അവർ കഴിക്കാണ് കൂടുതലും. പിന്നെ അപ്പൂപ്പനൊന്നും ഉണ്ടായിരുന്നു, അവർ കഴിക്കാണ് പിരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ വീട്ടിൽ മെഷീൻ അങ്ങനെ നമ്മൾ അവിടെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ളൊരിത്. പക്ഷേ ഇന്നൊക്കെ നമ്മൾ അങ്ങനെ വിചാരിക്കുമ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഇതായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ആലപ്പുഴയൊക്കെയാണല്ലോ അതിനെ കൂടുതലും കയറിൻ്റെ മേഖല ഇതൊക്കെ ചാപ്രയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അന്ന് നമുക്കത് അതിൻ്റെ ഇത് സീരിയസ്നെസ് അങ്ങനെ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ അതെല്ലാം നമ്മൾ ഇട്ടെറിഞ്ഞ് അങ്ങനെ കളഞ്ഞ് അതിൻ്റെ മെഷീനൊക്കെ ആണെങ്കിലും നമ്മൾ അത് തിരിച്ചു കൊടുക്കുകയും ഇതെല്ലാം ചെയ്ത് വേറൊരു പാർട്ടിക്ക് നമ്മൾ അത് മെഷീൻ തിരിച്ചു കൊടുക്കും. ഒരുപാട് നാൾ കിടന്നു. പിന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നോക്കിയില്ലെങ്കിൽ ചെതലരിച്ചൊക്കെ പോയി സംഭവം. അപ്പം അങ്ങനെ ഇതുപോലെ. അപ്പോൾ ഈ മടലെടുക്കുമ്പോഴും മടലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വഞ്ചിയിൽ വഞ്ചി എടുക്കും. അപ്പോൾ ഒരു മാസത്തോളം വഞ്ചി ഇങ്ങനെ പിള്ളേരും ഇതൊക്കെ ആയിട്ട് നല്ല സുഖമാണ്. എല്ലാവരും കളിക്കാനും എല്ലാവരും വന്ന്. അതിനിടയ്ക്കൊക്കെ മഴവെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ നമ്മൾ ആ സമയത്തൊന്നും അങ്ങനെ കൊണ്ടുവരാറില്ല കേട്ടോ, വഞ്ചി കൊണ്ടുവരാറില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കെട്ടിയിടാനും ഇതാണ് സംഭവം. നമ്മളിപ്പോൾ ഈ കയറിന് വേണ്ടിയിട്ട് നമ്മൾ വഞ്ചി എടുക്കുമ്പോൾ എല്ലാവരും അങ്ങനെ വരും. പിന്നെ ഞങ്ങളങ്ങനെ കളിച്ച് പിന്നെ ഞങ്ങൾക്ക് വഞ്ചിയൊക്കെ കുറേ നാളത്തേക്ക് അങ്ങനെ വഞ്ചി ഇല്ലാതാകുമ്പോൾ നമുക്കൊരു സങ്കടമാണ്. അപ്പം മലവെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിൽക്കണ വാഴയൊക്കെ 2-3 നോക്കാണ്ട് വെട്ടും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ ഓരോ വാഴയൊക്കെ വെട്ടിയിട്ട് ഞങ്ങൾ ചങ്ങാടം ഉണ്ടാക്കും. ചങ്ങാടം ഉണ്ടാക്കിയിട്ട് നല്ല ഈ മഴവെള്ളം വരുമ്പോഴത്തേക്കും തോട് നിറയുമ്പോഴത്തേക്കും നമ്മുടെ പറമ്പിലേക്കൊക്കെ വെള്ളം വരും. വീട്ടിലേക്ക് കയറില്ല, 2-3 പൊക്കങ്ങളായതുകൊണ്ട് വീട്ടിലേക്ക് അങ്ങനെ വെള്ളം വരില്ല. അപ്പോൾ ഞങ്ങളുടെ പണി ഇതാണ്. ഞങ്ങൾ ചങ്ങാടം ഇതാക്കി കൊന്നയുടെ പത്തല് വെട്ടി അതൊക്കെ കാക്കമാരും തത്തന്മാരൊക്കെ ഉണ്ടാക്കിക്കോളും. എന്നിട്ട് അങ്ങനെ വെട്ടി കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്തൊരു സന്തോഷമാണ് വെള്ളപ്പൊക്കം വരുമ്പോൾ. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂപ്പന്മാരുടെ വീടുകളിലൊക്കെ വെള്ളം കയറും. അവരുടെ പുഴയുടെ അരികത്തുള്ള വീടുകളാണ്. അപ്പോൾ അത് കാരണം വെള്ളം കയറുമ്പോൾ അതൊരു സങ്കടമാണ്. പക്ഷെ ഞങ്ങൾക്ക് പിള്ളേർക്ക് സന്തോഷമാണല്ലോ അങ്ങനെ വെള്ളം കയറുന്നതും കളിക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾക്ക് കളിക്കാന്നുള്ളൊരിതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനിട്ടാ. അപ്പോൾ വഴിയെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കോമഡി ഷോട്ട് എല്ലാവരും കാണണം, സബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളായിട്ട് ഞാനൊരു നല്ലൊരു വ്ലോഗായിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ കഴിയിട്ട്. അപ്പോൾ ഇന്ന് പത്തിരിയാണ് കേട്ടോ, പത്തിരിയും കിഴങ്ങേറിയാണ്. അപ്പോൾ ഞാൻ ബാലൻസ് ഉണ്ടാക്കി. ഞങ്ങൾക്ക് 2 പേർ കൂടി ഉള്ള ഉണ്ടാക്കണ്ടായിരുന്നു. അപ്പം നല്ലത് കനച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല കേട്ടാ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒരു ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇല്ലല്ലോ
നമുക്ക് അപ്പോൾ ഈ കോമഡി ഷോട്ട് നമ്മൾ ചെയ്യണതിൽ നമുക്ക് അങ്ങനെ ഇതില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാച്ച് അവർ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇതായിട്ടാണല്ലേ എല്ലാവരും ചെയ്യുന്നതും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും പറയാണ്, സപ്പോർട്ട് ചെയ്യണം, തളർത്തി കളയരുത് പ്ലീസ്. അപ്പം എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അപ്പോൾ ചായ കുടിക്കട്ടെ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും താങ്ക് യു പറഞ്ഞില്ല. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. അയ്യോ തുപ്പലേറിക്കും.